ഹായ് ഓൾ, 2 ദിവസത്തെ ചെറിയൊരാവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ പോയിട്ട് ഉമ്മയും അനിയൻ്റെ വൈഫും എല്ലാവരും തിരിച്ചെത്തി. അപ്പം അതിൻ്റെ ഒരു പൊലിവിൽ രാവിലെ തന്നെ ഇരുന്ന് നല്ലോണം കിസ്സ പറയാണ്. വരുമ്പം കീർത്തി ഒരു ലോഡ് ബേക്കറിയും കൊണ്ടാ വന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ അതും കൂട്ടി നല്ലൊരു ചായം കുടിച്ച്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇന്നിപ്പം പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കണം, അതിനുള്ള പരിപാടിയിലാണുള്ളത്. കുറേ ആൾക്കാർ കമൻറ്റിൽ ഞാൻ എന്താണ്, ഞാൻ എവിടെയാണ്, എൻ്റെ പേരെന്താണ്, എൻ്റെ ഫാമിലിയിൽ ആരെല്ലാം ഉണ്ട്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. എല്ലാവർക്കുള്ള ഉത്തരം ഞാൻ ഈ വീഡിയോയിലൂടെ തരാം. അപ്പോൾ എൻ്റെ പേരിൽ തന്നെ തുടങ്ങാം. എൻ്റെ പേര് അഫ്രീദ. ഇപ്പം വയസ്സ് 24 കഴിഞ്ഞ് 25ലേക്ക് അടുക്കുന്നു. ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്തുള്ള പാൽത്തൈ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അധികാരിക്കും അറിയാൻ സാധ്യതയില്ല. കല്യാണം കഴിഞ്ഞ് വന്നത് നമ്മളെ അടുത്തന്നെ ഉള്ള ഒരു സ്ഥലമായിട്ടുള്ള പാറാട് എന്ന് പറയുന്നിടത്തേക്കാണ്. ഒരു 1/4 മണിക്കൂർ ഓട്ടോയിൽ പോകേണ്ട ദൂരെ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കുള്ളൂ. 18 വയസ്സുള്ളൊരു സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. എന്തിനാ ഇത്ര പെട്ടെന്ന് മംഗലം കഴിച്ച് പോയെന്ന് വെച്ചാൽ അതെനിക്ക് അറിഞ്ഞൂടാ. പഠിക്കാൻ അത്യാവശ്യം നല്ല ഉഷാറന്നുള്ള ഒരാളായിരുന്നു. 10ാം ക്ലാസ്സിലും +2ലെല്ലാം അത്യാവശ്യം 90 എബോവ് മാർക്ക് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും നമ്മൾ 4 മക്കളുമാണുള്ളത്. ഞാൻ 3ാമത്തെ ആളാണ്. മൂത്തത് ഒരു ഇത്താത്തയും ഒരു ഏട്ടനും ആങ്ങളയും ഉണ്ട്. അതിൻ്റെ താഴെ ഉള്ളത് ഒരനിയത്തിയാണ്. ഓളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഓളിപ്പോൾ പഠിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും. ഉപ്പ ഒരു 3 വർഷം മുന്നേ മരിച്ചു. അനിയനും അനിയൻ്റെ വൈഫും പിന്നെ നമ്മളെ മക്കളും കൂടിയാണുള്ളത്. നമ്മളെല്ലാവരും ഇപ്പം ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. സ്കൂളെല്ലാം ഇവിടെയാണ് ചേർത്തത്. ഹസ്ബൻഡിന് ബാംഗ്ലൂർ മടിവാളയിൽ ഷോപ്പാണ്. ഫുട്വെയർ, ഡ്രസ്സ്, ബാഗ് അങ്ങനെയുള്ള ഒരു ഷോപ്പാണ്. എന്നോട് പലരും ചോദിച്ചതിൻ്റെ ഓൾമോസ്റ്റ് ആൻസേഴ്സ് ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞ്. പിന്നെ ബാംഗ്ലൂരുള്ള ഒരുപാട് ആൾക്കാർ പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലെല്ലാം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞങ്ങളും ബാംഗ്ലൂരാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ കാണുന്ന എല്ലാ മെസ്സേജിനും ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇനി ആർക്കും തരാണ്ടുണ്ടെങ്കിൽ ആരും മനസ്സ് വിഷമിപ്പിക്കരുത്, കാണാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പം എന്നെക്കുറിച്ച് ചെറിയൊരു ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുന്ന ആയിരിക്കുന്നത്. ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. അപ്പോൾ പറഞ്ഞു വന്നത് പുട്ടിൻ്റെ കൂടി ചിക്കൻ കറി തന്നെ ഉണ്ടാക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാക്കമാർക്ക് കടല, ചെറുപയർ അതൊന്നും ഇഷ്ടമില്ല. ഓലിക്ക് രണ്ടാക്കും പിട്ട് തന്നെ വലിയ ഇഷ്ടമില്ല. പക്ഷെ ഉണ്ടാക്കാൻ ഈസി ആയതുകൊണ്ട് പിട്ടിൻ്റെ മെനു ഒന്നും മൊത്തമായിട്ടും ഒഴിവാക്കാനും പറ്റൂല. ആകെ 2 ദിവസമേ ഓലെല്ലാം നാട്ടിൽ പോയി നിന്നിട്ടുള്ളെങ്കിൽ ഒരു 2 മാസത്തെ കിസ്സ പറയാനുണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ കിസ്സയെല്ലാം പറഞ്ഞിട്ട് മെല്ലെയാണ് നമ്മൾ പണിയെല്ലാം തീർത്ത് തന്നെ. ചോറിന് തേങ്ങാച്ചോറ് ഉണ്ടാക്കണം. രാവിലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ തേങ്ങാച്ചോറ് വെക്കുന്ന ദിവസം എപ്പം തിന്നുമ്പോൾ ഉമ്മ പണ്ട് പെരുന്നാൾക്ക് തേങ്ങാച്ചോറ് തിന്ന് കഥ പറയായിരുന്നു. കൂടെ ഇപ്പം ഇതായിരിക്കും വേണ്ടാത്തത്. പണ്ട് ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്നുള്ളൊരു ഡയലോഗും ഉണ്ടാവും. എനിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ചോറ് അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് പണി കഴിയുമല്ലോ എന്നുള്ളതിൽ ആക്കുന്നതാണ്. പിന്നെ ഇടയ്ക്കൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ബത്തക്ക വാങ്ങി കലക്കാന്ന് വിചാരിച്ച്. ചോപ്പേ ഉള്ളൂ, ഒട്ടും മധുരമില്ല, കാണാനുള്ള മൊഞ്ചേ ഉള്ളൂ എന്നേ ഉള്ളൂ. ഇതാ പറയുന്നത് ഭംഗി നോക്കി ഒന്നിനെ അളക്കരുത്. ബത്തക്ക വെള്ളത്തിന് നോമ്പ് കാലത്തിനൊരു മണയില്ലേ? നിങ്ങൾക്ക് തോന്നലുണ്ടോ? എനിക്കെല്ലാം ഇപ്പം ബത്തക്ക കലക്കുമ്പോൾ അയ്യോ നോമ്പിൻ്റെ വൈബ് കിട്ടും. ശരിയല്ലേ? നമ്മൾ പിന്നെ 3 പെണ്ണുങ്ങന്മാരായതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയാൽ അതും കുടിച്ചാടിരുന്ന് കിസ്സ പറഞ്ഞെങ്കിൽ ഇരുന്നാളി. പിന്നുള്ള പണിയൊന്നും നടക്കൂല. വെറുതെ സമയം നോക്കിയപ്പോഴാണ് സമയം 4 മണി കഴിഞ്ഞെന്നുള്ള കാര്യം തന്നെ മനസ്സിലായത്. തേങ്ങാച്ചോറിന് പപ്പടം ഇല്ലാണ്ട് എനിക്ക് ഇറങ്ങാത്തതുകൊണ്ട് വേഗം പപ്പടവും മേടിച്ച് ചോറ് തിന്നേണ്ട പരിപാടിയിലേക്ക് എത്തി. ചോറിന് ഇന്ന് ഇറച്ചിക്കറിയും അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തേച്ച് നല്ല നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. അതെൻ്റെ ഉമ്മാൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ്. ആര് ഗൾഫിൽ പോകുന്നുണ്ടെങ്കിലും നാട്ടിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലും എല്ലാം ഉമ്മാൻ്റെ ഈ ഒരു കുപ്പി അച്ചാർ ഓല വേഗിലുണ്ടാവും. ചോറ് തിന്ന് ആടെയുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് ഒരുങ്ങാൻ തന്നെ 5-6 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുളിയെല്ലാം പാസ്സാക്കി വെറുതെ ഒന്ന് ടെറസിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ഒരു ഇരുടാവുന്ന സമയത്ത് ടെറസിൽ പോയിട്ട് ആടെയുള്ളൊരു വൈബും കാറ്റെല്ലാം ആസ്വദിച്ച് നിൽക്കാൻ നല്ല രസമാണ്. ഇവിടെ ഒരു 6 മണിയാകുമ്പോൾ തന്നെ പുറത്തിറങ്ങിയാൽ നല്ല തണുത്ത കാറ്റുണ്ടാവും. ടെറസിലാകുമ്പോൾ ആ കാറ്റിന് കുറച്ചുകൂടി ഒരു സ്പീഡ് ഉണ്ടാവും. പിന്നെ അധികം നിന്ന് തണുപ്പ് പിടിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് താഴെ വന്ന് ഒരു വെറും ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. നേരത്തെ പറഞ്ഞല്ലോ രാവിലെ കൊണ്ടുവന്ന് ബേക്കറിൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒരു ചായ കുടിക്കാന്നുള്ള തീരുമാനത്തിലെത്തി. ഇന്ന് മൊത്തത്തിൽ സിമ്പിൾ ഫുഡ് ഉണ്ടാക്കിയോണ്ട് രാത്രിയും ഹെവി ആയിട്ടൊന്നും വേണ്ട, സിമ്പിളായിട്ടൊരു മക്രോണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സാധനങ്ങളിൽ ഓർഡർ ചെയ്തിട്ടാണ് ചായ കുടിക്കാനിരുന്നത്. നാട്ടിൽ മുക്കിനും മൂലക്കും ഒരുപാട് ബേക്കറി ഉണ്ടെങ്കിലും കീർത്തി ബേക്കറിയിലെ ബേക്കറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ബേക്കറി സാധനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത്. കാരണം ഓല ബേക്കറി അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. എന്താണെങ്കിലും ഒരു ചിപ്സ് ആണെങ്കിൽ കൂടി എല്ലാം നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിരിക്കും. ഒരു പ്രമോഷൻ ഒന്നല്ല, അത്രയും ഇഷ്ടമുള്ളൊരു ബേക്കറിയാണ്. അയോടി കഴിഞ്ഞാൽ പിന്നെ വേഗം ഉറങ്ങണം എന്നുള്ള തീരുമാനത്തിൽ മക്രോണിക്കുള്ള പരിപാടി തുടങ്ങി. ഇത് ശരിക്കും ഒരു 1 പോട്ട് റെസിപ്പി എന്ന് പറയാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കനും ഈ സെയിം പാനിൽ തന്നെ പൊരിച്ചെടുക്കാം. ചിക്കൻ ഞാനിപ്പം വേറൊരു ചട്ടിയിലാണ് പൊരിച്ചെടുക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, എന്നാൽ ചിക്കൻ പൊരിയുന്ന സമയത്ത് തന്നെ മക്രോണിക്കുള്ള വെള്ളം വെച്ചാൽ അതാണെന്ന് തിളക്കുകയും ചെയ്യും, മക്രോണി വെന്ത് കിട്ടുകയും ചെയ്യും. എല്ലാം ഓൾമോസ്റ്റ് ഒരേ സമയത്താവുമല്ലോ.
ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന് വേണ്ട ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അനിയൻ്റെ നടക്കിടക്ക് പറയാനൊരു രസമില്ലാത്തതുകൊണ്ട് ഞാൻ ഓളെ പേര് പറഞ്ഞുതരാം. ഫിദ എന്നാണ് ഓള് പേര്. ഇനിയുള്ള വീഡിയോസിലെല്ലാം ഞാൻ ഓളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഫിദ എന്നാണ് പറയുക. ഓക്ക് മക്രോണി അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഓക്കും കുട്ടികൾക്കും കൂടി ഓള് വെള്ളാപ്പം ഉണ്ടാക്കുന്ന. കുട്ടികൾക്ക് ആദ്യമെല്ലാം മക്രോണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓലിക്ക് 2 പേർക്കും വയറിനത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഓലിക്ക് മക്രോണി കൊടുക്കണ്ട വെള്ളാപ്പാക്കാന്ന് വിചാരിച്ച്. അപ്പം മക്രോണിയെല്ലാം ഓൾമോസ്റ്റ് ആയി. വേഗം തന്നെ ഫുഡ് കഴിച്ച്. ഇനിയും ഫുഡ് കഴിക്കുന്ന വിഷ്വൽസ് ഒന്നും എടുക്കാത്തത് രാവിലെ മുതലേ അത് തന്നെയാണല്ലോ കാണുന്നത്. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക.